പരിക്കുകൾക്ക് ചെലവായ തുകയുടെ കാര്യമെടുത്താലും കഴിഞ്ഞ സീസണിൽ കുറവ് വന്നതായി കാണാൻ സാധിക്കും. കഴിഞ്ഞ 5 സീസണുകളിൽ ഏറ്റവും കൂടുതൽ തുക പരിക്കിനായി ചെലവായത് 2023-24 സീസണിലാണ്. കഴിഞ്ഞ സീസണിലേക്ക് വരുമ്പോൾ ഇത് 285.74 മില്യൺ പൗണ്ടായി കുറഞ്ഞു. അതായത് കഴിഞ്ഞ സീസണിൽ 21.8% കുറവ് വന്നു. കഴിഞ്ഞ 5 സീസണുകളിൽ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിലുമായി കളിക്കാരുടെ പരിക്കുകൾക്ക് ചെലവായത് 3 ബില്യൺ പൗണ്ടാണ്. ഇതിൽ 40% മാത്രം പ്രീമിയർ ലീഗിലാണ്. പ്രീമിയർ ലീഗിലെ ഉയർന്ന വരുമാനവും കളിക്കാരന് നൽകുന്ന ഉയർന്ന ശമ്പളവുമാണ് ഇതിനൊരു കാരണം. കഴിഞ്ഞ 5 സീസണുകളിൽ ഇഞ്ചുറി പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി, ന്യൂകാസിൽ യുണൈറ്റഡ് എന്നീ ക്ലബ്ബുകളെയാണ്. യുണൈറ്റഡ് താരങ്ങളായ ലൂക്ക് ഷോ, ലിസാൻഡ്രോ മാർട്ടിനസ്, മേസൺ മൗണ്ട് എന്നിവരെയാണ് പരിക്കുകൾ ഏറ്റവും കൂടുതൽ വലച്ചത്. യുണൈറ്റഡിന്റെ കുറച്ചുകാലമായുള്ള മോശം പ്രകടനത്തിൽ പ്രധാന താരങ്ങളുടെ പരിക്ക് പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. റീസ് ജെയിംസിനെയാണ് ചെൽസിയിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിക്കുകൾ വലിച്ചത്. ജോ വില്ലോക്ക്, കല്ലം വിൽസൺ തുടങ്ങിയ താരങ്ങളെയാണ് ന്യൂകാസിലിന് കഴിഞ്ഞ 5 വർഷങ്ങളിൽ പരിക്ക് മൂലം നഷ്ടപ്പെട്ടത്. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ 2020-21 സീസണിന് ശേഷം പരിക്കുകളുടെ തീവ്രത 30% വർദ്ധിച്ചതായാണ് പഠനങ്ങൾ പറയുന്നത്. കഴിഞ്ഞ സീസണിൽ പരിക്കുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും തീവ്രത വർദ്ധിച്ചിട്ടുണ്ട്. അതായത് മുമ്പ് ഒരു കളിക്കാരന് പരിക്കുമാറാനായി എടുത്തിരുന്നത് 14 ദിവസമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 22 ദിവസമായി വർദ്ധിച്ചു. മത്സരങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതും റിക്കവറിക്കുള്ള സമയം കുറയുന്നതും ഇതിന് കാരണമാണെന്ന് ഇഞ്ചുറി എക്സ്പെർട്ടായ റോബിൻ തോർപ്പ് പറയുന്നുണ്ട്. മത്സരങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെതിരെ ബ്രസീൽ പരിശീലകനായ കാർലോ അൻസലോട്ടിയും മുൻ ഫുട്ബോൾ താരമായ തിയറി ഹെൻറിയും സംസാരിച്ചിട്ടുമുണ്ട്.